ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനരിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനരിപ്പൂവിൽ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ചെമ്പനരിപ്പൂവിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർപ്പായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിനിടയിൽ വരാൻ പോകുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊമോയിൽ കണ്ട ഭാഗം തന്നെയുണ്ട്. സുധി പുതിയൊരു വീട് മേടിക്കാൻ പോകുന്നു. ആ വീടിൻ്റെ അഡ്വാൻസ് കൊടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ദുശ്ശകനപ്പിഴ കാരണം രേവതി തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം രേവതിയുടെ ഒരു കുശുമ്പ് കൊണ്ട് പറയുന്നതാണെന്നും അതുകൊണ്ട് തന്നെ എത്രയും വേഗം അഡ്വാൻസ് കൊടുക്കാനും പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ നിർബന്ധപ്രകാരം തന്നെ ശ്രുതി പൈസയെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിരുന്നാലും രേവതി ഒരു അമ്പലവിശ്വാസി ആയതുകൊണ്ട് തന്നെയും രേവതി പറഞ്ഞിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് ശ്രുതി ചിന്തിക്കുന്നുണ്ടെങ്കിലും ശ്രുതി പറയുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു അഡ്വാൻസ് ശ്രുതി കൊടുക്കുന്നത്. അതേ രീതിയിൽ തന്നെ രേവതി എന്ത് ചിന്തിച്ചു അതേ രീതിയിൽ തന്നെ ഈ ഒരു ശ്രുതി മേടിക്കാൻ പോകുന്ന വീട്, ആ ഒരു വീട് മൂലം ശ്രുതിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ശ്രുതി ഒരു വീട് മേടിക്കുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ അക്കൗണ്ടിലുള്ള 25 ലക്ഷം രൂപ ഇവർക്ക് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുകൂടാതെ ലോൺ പുറമേന്ന് വെക്കുകയും 2 കോടി രൂപയുടെ ലോണൊക്കെ പുറമേന്നായിട്ട് വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീടിൻ്റെ ഓണറാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തവർ ശരിക്കും പറഞ്ഞ 2 ഫ്രോഡുകളാണ് കേട്ടോ. ഇവർ ഇതേ രീതിയിൽ തന്നെ പലയിടങ്ങളിലും 1-2 ആഴ്ച വാടകയ്ക്ക് നിന്നതിന് ശേഷം തങ്ങളുടെ വീടാണിതെന്ന് പറഞ്ഞിട്ട് കള്ള എഗ്രിമെന്റ് ഉണ്ടാക്കിയതിന് ശേഷം ആ വീട് മറിച്ച് നൽകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണം തട്ടിയെടുക്കുന്ന ടീംസാണ്. അപ്പോൾ ശ്രുതിയുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് വേണം ഇവർക്ക് ചെന്നൈയിൽ മറ്റൊരു വീട്ടിലേക്കായിട്ട് പോകാൻ എന്നൊരു പ്ലാനിങ് ഒക്കെ ഇവരിടുന്നുണ്ട്. അപ്പോൾ ഇവർ എന്തുദ്ദേശിച്ച് അതേ രീതിക്ക് തന്നെ ഏകദേശം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. 25 ലക്ഷം രൂപ അഡ്വാൻസ് ഇവരുടെ കയ്യിലേക്കായിട്ട് ശ്രുതി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള തുകയും കൂടെ ഒപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രുതി വീട് ഭാഗം വയ്ക്കാനും തൻ്റെ ഷെയർ നൽകാനൊക്കെ രവിയോടായിട്ട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ശ്രുതിയും കൂടി ആ വീട്ടിലുണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ശ്രുതിക്കും വേണ്ടിയിട്ട് 8ന്റെ പണി നൽകാനായിട്ട് അടുത്ത ആൾ രംഗത്തേക്ക് ഇറങ്ങുന്നത് മറ്റാരുമല്ല നീലിമയാണ് കേട്ടോ. നീലിമ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ആദ്യമേ തന്നെ കോൾ ചെയ്യുന്നത് സച്ചിയാണ്. സച്ചിനെയാണ് വണ്ടിയുടെ ഓട്ടത്തിനായിട്ട് വിളിക്കുന്നത്. സച്ചിനോടുമായിട്ട് വണ്ടിയിൽ പോകുന്ന സമയത്ത് നീലിമ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുമായിട്ട് സഞ്ചരിക്കുന്ന സമയത്താണ് കൂടുതൽ കംഫർട്ടബിൾ. പുതിയൊരാളെ ഓട്ടം വിളിച്ചു കഴിഞ്ഞാൽ അയാൾ എത്രക്കാരനാണെന്ന് നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ കഴിയില്ല. പക്ഷേ നിങ്ങളുടെ സംസാരവും എല്ലാം തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് സച്ചിയോട് പറയുന്നുണ്ട്. സച്ചിക്കും ഭയങ്കര സന്തോഷമാവും. സച്ചി പറയുന്നതായാലും മേഡം മറക്കാതെ എന്നെ തന്നെ വിളിച്ചില്ല, അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ രേവതി എന്നെ സപ്പോർട്ട് ചെയ്താണ് ഈ സമയത്ത് സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിനെ കുറിച്ച് പറയുന്ന സമയത്ത് നീലിമ പറയുന്നത്, സച്ചി എന്ത് പറഞ്ഞാലും അവസാനിക്കുന്നത് സച്ചിയുടെ ഭാര്യയുടെ പേരിലാണ്. എന്തായാലും രേവതി ഒരു ഭാഗ്യവതി തന്നെയാണ്. മാത്രമല്ല രേവതിനെ പറ്റി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് രേവതി എനിക്ക് നേരിൽ കാണണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ നീലിമ പറയുന്നുണ്ട് കേട്ടോ. കൂടുതൽ തന്നെ പറയുന്നുണ്ട്, കഴിഞ്ഞ തവണ ഞാൻ വന്നിട്ട് പോയ സമയത്ത് 2 ഫ്രോഡുകൾ എന്നെ പറ്റിച്ചു, അതുകൊണ്ട് തന്നെ എൻ്റെ രജിസ്ട്രേഷൻ നടന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് വീണ്ടും വരേണ്ടി വന്നതെന്ന് പറയുമ്പം ആരാണെന്നൊക്കെയാണ് സച്ചി ചോദിക്കുന്നത്. എന്നാൽ വ്യക്തമായിട്ടൊന്നും തന്നെ നീലിമ പറയുകയാണ്, ആ ഒരു ഫ്രോഡുകൾ മൂലം എനിക്ക് 50 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതേക്കുറിച്ച് എനിക്കിപ്പോൾ ചർച്ച ചെയ്യാൻ താല്പര്യമില്ല സച്ചി, ആ ഒരു വിഷയം വിട്ടുകള എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാലും നീലിമ അവിടെ ഇവിടെയും വള്ളി പുള്ളി തൊടാതെക്കിനെ പറയുന്നുണ്ട് കേട്ടോ, എന്നെ ചതിച്ചതാണ്, അവനും അവൻ്റെ ഭാര്യയും കൂടിയിട്ട് എന്നെ ട്രാപ്പ് ചെയ്യുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീലിമ ചെറുതായിട്ടാണെങ്കിൽ സച്ചിയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. നമ്മുടെ നീലിമ ആദ്യമായി തന്നെ സത്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയുന്നത് സച്ചിയോടാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തിന് വേണ്ടി നിങ്ങളെപ്പോലെ തന്നെ ഞാനും വെയിറ്റിങ്ങിലാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.